നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ ഒരുപാട് ദിക്റുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ദിക്റില്ലാതെ ജീവിതമില്ല. എന്തൊരു മനുഷ്യൻ ചെയ്താലും ദിക്ർ വേണം. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ചെരുപ്പ് ധരിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒട്ടകത്തിന് ആഹാരം കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ, അങ്ങനെ പറയുന്നതിൻ്റെ പൊരുളതാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്താലും ദിക്ർ ചൊല്ലുക. ആ ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന 12ാമത്തെ നേട്ടമെന്ന് പറയുന്നത് അശ്രദ്ധയെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമെന്നാണ്. വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൻ്റെ കാരണം അശ്രദ്ധയാണ്. പഠിക്കുമ്പോൾ പരാജയത്തിൻ്റെ കാരണം അശ്രദ്ധയാണ്. ഇബാദത്ത് സ്വീകരിക്കാത്തതിൻ്റെ കാരണം അശ്രദ്ധയാണ്. അങ്ങനെ ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ നിരന്തരം ദിക്ർ ചൊല്ലിയാൽ മതി. വാഹനത്തിൻ്റെ അകത്ത് നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. പഠിക്കുന്നതിന് മുമ്പ് ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. ഇബാദത്തിന് മുമ്പ് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് നിസ്കാരം തുടങ്ങിയാൽ നമുക്ക് അശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ മുഴുവൻ അശ്രദ്ധയും അള്ളാഹു മാറ്റുക എന്നൊരു വലിയ നിഅമത്താണ് ദിക്ർ കൊണ്ട് 12ാമത് നമുക്ക് കിട്ടുന്ന നേട്ടം.